ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയൊരു ഐറ്റമാണ് ചമ്മന്തിപ്പൊടി. അതിപ്പോൾ ഒരുമാതിരി ഇത് ലെവലാക്കി, അതായത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി കാണിക്കാൻ കുറേ സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് അതായത് എന്താ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ, ഒരു മുറി തേങ്ങ, വലിയൊരു മുറി തേങ്ങ എടുത്തു. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു മുറി തേങ്ങ എടുത്ത്. എന്നിട്ട് അതിനാവശ്യത്തിനുള്ള ഉണക്കമുളക് മുറിച്ചിടുക. പിന്നെ കറിവേപ്പില ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ കറിവേപ്പില ഒത്തിരി എടുത്താൽ നല്ല കറിവേപ്പിലയുടെ വേറെ ടേസ്റ്റ് കൂടെ വരും. പക്ഷെ ഞാൻ അധികം വേണ്ട എന്നാലും. എന്നിട്ട് ഈ മുളകും ഈ തേങ്ങ ആദ്യം ഒരു ഫ്രൈങ് പാൻ എടുക്കുക. ഫ്രൈങ് പാൻ പറഞ്ഞാൽ കനമുള്ള പാത്രം വേണം. ഉരുളിയായ ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ ഫ്രൈങ് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ചൂടായി കഴിയുമ്പോൾ ആദ്യം തേങ്ങ ആയിട്ടൊന്ന് പതുക്കി ഇളക്കുക. അതിൻ്റെ വെള്ളം ഒരു ശകലം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുളകും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ സ്ലോ തീയിൽ ആദ്യം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വലിയ തീയായാൽ വേഗം കരിഞ്ഞു പോകും, പിന്നെ ഒരു ടേസ്റ്റും ചമ്മന്തിപ്പൊടിക്കുണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരു 5-6 കുരുമുളക് ചേർത്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ ഉണങ്ങാൻ കുറേ സമയം നമുക്കിപ്പോൾ ഇത്രയും പകുതി മുക്കായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തേങ്ങ ഇടുക. തേങ്ങ ഒന്ന് വെള്ളം വലിയുന്ന പോലെ ആയി കഴിയുമ്പോൾ മുളകും കറിവേപ്പില ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും ആകുമ്പോഴത്തേക്ക് ഇത് ഒരുമാതിരി ഇങ്ങനെ കിടുകിലൊന്നാകുന്നവരെ നോക്കണം. എന്നിട്ട് കരിയുകയും ചെയ്യരുത്. കരിയായിരിക്കും നമ്മൾ പാത്രമൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ വേറെ പണിക്ക് പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്തു. ഒരു 10 മിനിറ്റും കൂടെ ഏകദേശം വേണ്ടി വരുമെന്ന് ഉണങ്ങാൻ. ഒന്നും ആയിട്ടില്ല. ആദ്യം ഇച്ചിരി ഫ്രെയിം കൂട്ടി വെക്കാൻ വേണമെങ്കിൽ, അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ട് വേറെ ജോലിയൊക്കെ ഒഴിവാക്കി ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നിന്നാൽ മാത്രമേ നല്ല ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പറ്റൂ. ചിലർ ഇതിനകത്ത് ഇങ്ങനെ മല്ലി അതുപോലെ കായമൊക്കെ ചേർക്കാറുണ്ട്. ഞാനതൊന്നും അത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിന് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഇതൊന്നും വേണ്ട. ഇതിനകത്ത് 5-6 കുരുമുളക് വേണമെങ്കിൽ ചേർക്കാൻ മാത്രമേ ഉള്ളൂ അഡീഷണലായിട്ട്. പിന്നെ നമ്മളിത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇച്ചിരി ആയി കഴിയുമ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഇടാം. അപ്പം പെട്ടെന്ന് ഉണങ്ങാനൊരു ഇതാണ്. അപ്പം ഞാൻ ഉപ്പും കൂടെയൊക്കെ ചേർത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണല്ലോ കഞ്ഞിക്ക് കൂട്ടാൻ. ഇതിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. കരിയാതെ വളരെ പാകത്തിൽ നോക്കിയെടുത്താൽ മാത്രം മതി. ലാസ്റ്റ് നമ്മൾ കുരുമുളക് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വറ്റൽമുളകുകൾ കുറച്ചുകൂടെ മുറിച്ചിടാൻ വേണമെങ്കിൽ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണേലും കൊച്ചുങ്ങൾക്കാണേലും എരിവ് അധികം ഇല്ലെങ്കിൽ എല്ലാവരും കൂട്ടിക്കൊള്ളും. നല്ല ഗുണമുണ്ട്. അതിനുവെച്ചാൽ ഈ കറിവേപ്പില എന്ന് പറയുന്ന ഒരു ഔഷധം തന്നെയാണല്ലോ. അത് നമ്മുടെ വയറ്റിൽ കുറച്ച് ചെന്നാലും കുഴപ്പമൊന്നുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ കുറച്ച് സമയം കൂടെ നമുക്ക് ഇളക്കാം.